എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈ ആൻഡ് ഫോർഗെറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. 15 സ്റ്റോക്കുകളാണ്, ടോപ്പ് 15 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ലാഭം തരും. സോ നമുക്ക് കണ്ണടച്ച് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ കണ്ടിന്യൂസ് ഗ്രോത്ത്, നല്ല പ്രോഫിറ്റ്, പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഫണ്ടമെന്റൽസ്, ഇതെല്ലാം ഈ സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 545, 284 ലോയിൽ നിന്നുമാണ് ഈ ഒരു ലെവൽ എത്തിയിരിക്കുന്നത്. 581, 52 വീക്ക് ഹൈ നിയർ ആവാറായി. പിന്നെ ഡിവിഡൻഡ് yield ഉണ്ട്. ഫേസ് വാല്യൂ 2, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 38,182, സ്റ്റോക്കിന്റെ PE 38, which is less than current price. ROC 30.3%, ROE 24.5% ആണ്. ഓവറോൾ വാല്യുവേഷൻ വൈസ് ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. സ്റ്റോക്ക് ഹിസ്റ്ററി നോക്കിയാൽ നല്ല ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല CAGR, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കുകളാണ്. നെഗറ്റീവ് ആയിട്ട് പറയാൻ തന്നെ ഒന്നുമില്ല. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പ്ലേസിലാണ് ഇരിക്കുന്നത്. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. FII ഇൻക്രീസ് ആയിരിക്കുന്നു. DA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗും കുഴപ്പമില്ല. അപ്പോൾ ഓവറോൾ ഒരു നീറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്, ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാം. ഡിവിഡൻഡ് yielding ആണ്. ഇനി സെക്കൻഡ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റോക്ക് കോൾഗേറ്റ് പാൽമോളിവ് ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കാണ്. കോൾഗേറ്റ് പാൽമോളിവ് ഇപ്പോൾ കറണ്ട് പ്രൈസ് വരുന്നത് 1621, 1065 നിന്നുമാണ് ഈ ഒരു ലെവൽ എത്തിയിരിക്കുന്നത്. വീണ്ടും 1676, ഇതാണ് 52 വീക്ക് ഹൈ വരുന്നത്. 44,100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 47.7 സ്റ്റോക്കിന്റെ PE, ഡിവിഡൻഡ് yielding ഉണ്ട് 1.73, ബുക്ക് വാല്യൂ 60, റിട്ടേൺ ഓൺ ഇക്വിറ്റി 53.7, ROC 67.4, ഫേസ് വാല്യൂ വാല്യുവേഷൻ ബെറ്റർ ആണ്. ഇപ്പോൾ CAG ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂവിനെ കാട്ടി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 27.01 ടൈംസ്. പിന്നെ പുവർ സെയിൽസ് ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. സെക്കൻഡ് പ്ലേസിലാണ് നിൽക്കുന്നത്. FMCG പേഴ്സണൽ കെയറിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. FII ഇൻക്രീസ് ആയിരിക്കുന്നു. DA ബെറ്റർ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആയിട്ടും. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടേം ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. തേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് M&M, മഹീന്ദ്ര മഹീന്ദ്ര. ഈ ഒരു സ്റ്റോക്ക് മെയിൻലി ഇവരുടെ ഓട്ടോമോട്ടീവ് പാർട്സ് പ്രൊഡക്ഷൻ ആണ് ഇവരുടേത്. കറണ്ട് പ്രൈസ് 866, 52 വീക്ക് ലോ 245 നിന്നും 866 ഈ ഒരു ലെവൽ എത്തിയിരിക്കുന്നു. 52 വീക്ക് ഹൈ 897, ഡിവിഡൻഡ് yielding ഉണ്ട് 0.27, ഫേസ് വാല്യൂ 5, റിട്ടേൺ ഓൺ ഇക്വിറ്റി നെഗറ്റീവ് ആണ്. ROC 8.23%, ബുക്ക് വാല്യൂ 322. നല്ല ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി. ദെൻ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടി 2.69 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. ലോ ഇൻവെസ്റ്റ് കവറേജ് റേഷ്യോ. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ടുള്ള പുവർ ഗ്രോത്ത്, ഇത് നെഗറ്റീവ് സൈഡാണ്. ദെൻ സെയിൽസ് വൈസ് കമ്പാരേറ്റീവ്ലി നല്ല ഇൻക്രീസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഗ്രോയിങ് സ്റ്റോക്കാണ്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു.
ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് കഴിഞ്ഞ മാസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പായാലും വലിയ ഡിപ്പല്ല. എഫ് ഐ എ ഡി എ ബെറ്റർ ആണ്. എഫ് ഐ എ നല്ലോണം ഇൻക്രീസ് ആയിരുന്നു സെപ്റ്റംബർ മാസത്തിനെക്കാട്ടി. പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. നാലാമത്തെ സ്റ്റോക്ക് സിയാറ്റ് ലിമിറ്റഡ്. സിയാറ്റ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസൾട്ട്സ്, ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ജിയോ സ്പാറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ അനലിറ്റിക്കൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സൊല്യൂഷൻസ് ആണ്. കറന്റ് പ്രൈസ് 656, 52 വീക്ക് ലോ 184 നിന്നും 656 ഈ ഒരു ലെവലെത്തി. ഹൈ ഡിവിഡൻഡ് yielding ആണ്. ബുക്ക് വാല്യൂ കൊള്ളാം. സ്റ്റോക്കിന്റെ പി കറന്റ് പ്രൈസിനെക്കാട്ടി ലോവർ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.3, ഫേസ് വാല്യൂ 5. സോ വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. നെഗറ്റീവ് സൈഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ലോ ആണ്. പുവർ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇൻക്രീസ് അല്ല, ബട്ട് എന്നാലും ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. എഫ് ഐ ഇൻക്രീസ് ആയിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. സോ നീറ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മഹാനഗർ ഗ്യാസ് ആണ്. മഹാനഗർ ഗ്യാസ് ഇവർ 1101 ഈ ഒരു ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. 1240 52 വീക്ക് ഹൈ. ഡിവിഡൻഡ് yielding ഉണ്ട് 1.82%. സ്റ്റോക്കിന്റെ പി കറന്റ് പ്രൈസിനെക്കാട്ടി ലെസ് ആണ്. ROE 29.7, ROC 36.6. വാല്യുവേഷൻ വൈസ് ബെറ്റർ ആണ്. നല്ല CAGR ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നല്ല 3 വർഷമായിട്ട് 26% ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ഡെപ്റ്റ് ഫ്രീ ആണ് ഈ ഒരു സ്റ്റോക്ക്. ക്വാർട്ടർലി റിസൾട്ട് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ ലാസ്റ്റ് ഒരു 6 മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പോകുന്നത്. പിന്നെ FI നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നീറ്റ് ആയിട്ടുള്ള ഗ്രോയിങ് സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് yielding ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഈ ഒരു സ്റ്റോക്കാണ്. ആറാമത്തെ സ്റ്റോക്ക്. ഇവർ മെയിൻലി സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. കറന്റ് പ്രൈസ് 1694. ഇപ്പോൾ ഒത്തിരി പുതിയ പ്രോജക്ട്സ് കിട്ടിയിട്ടുണ്ട്. 420 നിന്നാണ് ഈ റിക്കവർ ആയി ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. ഡിവിഡൻഡ് yielding 0.83, ബുക്ക് വാല്യൂ 336, റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.9 ഉണ്ട്. വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. നല്ലൊരു ഉയർന്നു പോകുന്ന ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ. നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. FIDA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗും നീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഓവറോൾ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ ഹോക്കിങ്സ് കുക്കർ ആണ് നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കറന്റ് പ്രൈസ് 5729, 6201 ആണ് 52 വീക്ക് ഹൈ വരുന്നത്. ബുക്ക് വാല്യൂ 245. ഡിവിഡൻഡ് yielding ഉണ്ട് 1.40. സ്റ്റോക്കിന്റെ പി കറന്റ് പ്രൈസിനെക്കാട്ടി ലെസ് ആണ്. ROE 56% ഉണ്ട്. വാല്യുവേഷൻ കൊള്ളാം. ഡെപ്റ്റ് റെഡ്യൂസ് ആക്കി. ഡെപ്റ്റ് ഡേയ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 49% ഉണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂവിനെക്കാട്ടി സ്റ്റോക്ക് 23 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. പുവർ ഗ്രോത്ത് ആയിരുന്നു ലാസ്റ്റ്. സെയിൽസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിക്രീസ് ആയി ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ. ബാലൻസ് ഷീറ്റ് റിസർവ്സ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ തന്നെയാണ്. ഇൻക്രീസിങ് ഗ്രാഫ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. എട്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിന്റെ ഡീറ്റെയിൽസ്
ഇൻഫോസിസ് മെയിൻലി ലീഡിംഗ് ആയിട്ടുള്ള കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഔട്ട്സോഴ്സിംഗ് ഡിജിറ്റൽ സർവീസസ് ആണ്. കറന്റ് പ്രൈസ് 1279, 509 ലോയിൽ നിന്നുമാണ് ഇപ്പോൾ ഇത്ര റീച്ച് ആയിരിക്കുന്നത്. ഡിവിഡൻഡ് yield 1.37% ഉണ്ട്. ബുക്ക് വാല്യൂ 168, P 29.2 which is less than current price. Return on equity 25.3% ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ ആണ് ഇവരുടെ മെയിൻ പോസിറ്റീവ് തിങ്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കുറവാണ്. സ്റ്റോക്ക് ബുക്ക് വാല്യൂ കാട്ടി 7.61 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. സെക്കൻഡ് പൊസിഷനിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ സെക്ടറിൽ. ഫിനാൻഷ്യൽ നോക്കാം, സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ലാസ്റ്റ് 2 months ഒരേപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ്. FIA ഇൻക്രീസ് ആയിരിക്കുന്നു, DIA ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗും അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിരുന്നു. ദെൻ 9th സ്റ്റോക്ക് ടൈറ്റൻ കമ്പനിയാണ്. മെയിൻലി വാച്ചസ്, ജ്വല്ലറി, ഐവെയർ, അക്സസറീസ് ആണ് ഇവരുടെ മെയിൻ പ്രോഡക്ട്സ്. സോ ഫെസ്റ്റിവൽ ടൈമിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിന് തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടുതലാണ്. ആഫ്റ്റർ ബഡ്ജറ്റ് ഈ ഒരു കറന്റ് പ്രൈസ് 1514, ഡിവിഡൻഡ് yielding ഉണ്ട്, PE 994 ലെസ് ദാൻ കറന്റ് പ്രൈസ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.5. സോ വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്നു, അതാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ട്, അതുപോലെ ബുക്ക് വാല്യൂവിനെ കാട്ടി സ്റ്റോക്ക് 21.11 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഡയമണ്ട് ജെംസ് ജ്വല്ലറി ടൈറ്റൻ ആണ് ഫസ്റ്റിൽ നിൽക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. ഇനി ഇവരുടെ ഫിനാൻഷ്യൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെഗറ്റീവിൽ നിന്നും ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ലാസ്റ്റ് മന്തിനെ കാട്ടി കുറച്ചൊന്ന് ഡിപ്പായി. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 2 months ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു, FIA ഇൻക്രീസ് ആയിട്ടുണ്ട്, DIA ഇൻക്രീസ് ആയിരിക്കുന്നു, പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ HUL ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്, 10th സ്റ്റോക്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇവര് നമുക്കറിയാം FMCG അതുപോലെ ബ്യൂട്ടി കെയർ, പേഴ്സണൽ കെയറിലെല്ലാം തന്നെ നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു സ്റ്റോക്കാണ്. 2246 ഫണ്ടമെന്റൽസ് കൊള്ളാം, PE കറന്റ് പ്രൈസിനെ കാട്ടി കുറവാണ്, ഡിവിഡൻഡ് yielding ഉണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 85.7% ഉണ്ട്, വാല്യുവേഷൻ കൊള്ളാം, ഡെപ്റ്റ് ഫ്രീ ആണ്, ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിയർ കമ്പാരിസൺ FMCG നോക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഫസ്റ്റ് പ്ലേസിലാണ്. ഇവിടെ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 months ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, FIA ഇൻക്രീസ് ആയിരിക്കുന്നു, DIA ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് ഏഷ്യൻ പെയിന്റ് ആണ്, ഏഷ്യൻ പെയിന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. $2,402 ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡിവിഡൻഡ് yield ഉണ്ട്, ബുക്ക് വാല്യൂ 150, സ്റ്റോക്കിന്റെ PE 81 ലെസ് ദാൻ ദ കറന്റ് പ്രൈസ്, വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഏഷ്യൻ പെയിന്റ് ആണ് പെയിന്റ് സെക്ടറിൽ ഫസ്റ്റ് വരുന്നത്, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു തുടർച്ചയായിട്ട് ഒരേപോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, 52.79 ഈ ഒരു ലെവലാണ്. 2018 മുതൽ 20 വരെ ഒരേ ലെവലാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. FIA ഇൻക്രീസ് ആയിരിക്കുന്നു, DIA ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം.
നെക്സ്റ്റ് വരുന്നത് എൽ ആൻഡ് ടി ആണ്. എൽ ആൻഡ് ടി ഇപ്പോൾ ഒത്തിരി അനാലിസിസിൽ ഞാൻ പറഞ്ഞു നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 1530 കറണ്ട് പ്രൈസ്. ഡിവിഡൻഡ് yielding ഉണ്ട് 1.18%. സ്റ്റോക്കിന്റെ പി കറണ്ട് പ്രൈസിനെ കാട്ടി കുറവാണ്. ROE കൊള്ളാം. ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല CAGR, പിന്നെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കോമ്പറ്റീറ്റേഴ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഈ ഒരു സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിലാണ് ലോർസൺ ആൻഡ് ടോർബോ. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. DAA ബെറ്റർ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും നീറ്റ് ആണ്. അപ്പോൾ ഓവറോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഗ്രോയിങ് സ്റ്റോക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം. ഫണ്ടമെന്റൽസ് കൊള്ളാം. പിന്നെ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 13th സ്റ്റോക്ക് HDFC. ഈ ഒരു സ്റ്റോക്കാണ്. HDFCക്ക് എപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 1579. ഡിവിഡൻഡ് yielding ഇല്ല, ബാങ്കിങ് സ്റ്റോക്ക് ആയതുകൊണ്ട്. ദെൻ ബുക്ക് വാല്യൂ 320. സ്റ്റോക്കിന്റെ P 28.3 ലെസ് ദാൻ കറണ്ട് പ്രൈസ്. വാല്യുവേഷൻ കുഴപ്പമില്ല. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. CAGR കൊള്ളാം. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതർ ഇൻകത്തിന്റെ ഇൻകം, സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടി 4.93 ട്രേഡ് ചെയ്യും. പക്ഷെ ഇതൊക്കെ ആയാലും കോമ്പറ്റീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ HDFC ആണ് ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത്. റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് 14th സ്റ്റോക്ക് മഹാനഗർ ഗ്യാസ് ആണ്. മഹാരാഷ്ട്ര സീംലെസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 294. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റീൽ പൈപ്സ് ട്യൂബ്സ് എൻഗേജ്മെന്റ് ആണ്. ഡിവിഡൻഡ് yield 0.85. സ്റ്റോക്കിന്റെ P 10.4 which is less than current price. So return on equity 7.17. വാല്യുവേഷൻ നോമിനൽ ആണ്. സ്റ്റോക്ക് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. അതുപോലെ ബുക്ക് വാല്യൂവിനെ കാട്ടി 0.60 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊള്ളാം, ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടോട്ടൽ അസറ്റ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിട്ടുണ്ട്. FIA ബെറ്റർ ആണ്. DAA അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ്. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ITC ആണ്. ITC ഞാൻ ഒത്തിരി അനാലിസിസിൽ പറഞ്ഞു. നല്ല ലാർജസ്റ്റ് സിഗരറ്റ് മാനുഫാക്ചറിംഗ് ആണ്. കറണ്ട് പ്രൈസ് 230. ലോങ് ടേമിന് നമുക്ക് നല്ല സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഹൈ ഡിവിഡൻഡ് yielding ആണ്. വാല്യുവേഷൻ കൊള്ളാം. ദെൻ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്. പിയർ കമ്പാരിസണിൽ ITC ആണ് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ ടൊബാക്കോ പ്രോഡക്ട്സിൽ. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ FIA ബെറ്റർ ആണ്. DIA ആൻഡ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ്. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബെസ്റ്റ്. അപ്പോൾ ടോപ്പ് 15 സ്റ്റോക്കിലാണ്. ഈ സ്റ്റോക്കിലെല്ലാം ബൈ ആൻഡ് ഫോർഗെറ്റ് ഈ സ്റ്റോക്കുകളാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേമിന് ഈ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 3 സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.